കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ഷാജിയെയാണ് വിജിലൻസ് പിടികൂടിയത്. ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും വിവരങ്ങൾ. ശ്യാമ, എപ്പോഴാണ് ഇയാളെ പിടികൂടിയത്? എത്ര രൂപ കൈക്കൂലിയാണ് വാങ്ങിയത്? എന്ത് വാഗ്ദാനം ചെയ്തായിരുന്നു ഈ കൈക്കൂലി വാങ്ങിയത്? തോപ്പുംപടി വാട്ടർ അതോറിറ്റിയിലെ ആയിട്ടുള്ള ഷാജിയാണ് നിലവിൽ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്. തോപ്പുംപടി സ്വദേശിയായിട്ടുള്ള സജീവൻ എന്നയാളുടെ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. ഈ കണക്ഷൻ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി പണം അടച്ചെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ അത് കണക്ഷൻ നൽകിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെടുമ്പോൾ മീറ്റർ വാങ്ങണം, അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞ് ഇവരെ തിരികെ വിടുകയാണ്. സജീവൻ ഒരു രോഗി കൂടിയാണ്. സജീവന്റെ പെങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഈ ജല അതോറിറ്റി ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലതവണയായി പിന്നീട് ഇവർ ഒടുവിൽ 10,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. അവസാനം 7,000 രൂപ ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഇവർ വിജിലൻസിനെ ഇക്കാര്യം ധരിപ്പിക്കുകയും തുടർന്ന് ഇന്ന് ഇത് സംബന്ധിച്ച് ഈ പണവുമായി എത്തുകയും ഈ പണം ഇയാൾ അതായത് ഓഫീസിന് അടുത്തുള്ള മറ്റൊരു പള്ളിയുടെ കോമ്പൗണ്ടിന് സമീപത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഈ 7,000 രൂപയാണ് ഇവരിൽ നിന്ന് ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടുള്ളത്. ഉടൻ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. നിലവിൽ ഇയാളെ ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിജിലൻസിന്റെ നടപടികൾ പൂർത്തിയാക്കി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി അവധിയായതിനാൽ നാളെ തൃശൂർ ജഡ്ജിക്കാണ് ഇതിന്റെ ചാർജ്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും.